നിത്യമാം സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്റെ ശുദ്ധരോടൊത്തു വസിപ്പതീനാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതീനാ. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിനെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനും. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോ മഞ്ഞു പോലെ. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിയും പിരിയാതൻ കൂട പാർത്തിടും. ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ലോ. ചേർന്ന് പറഞ്ഞേ, പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ. ഈ ഭൂവിൽ മാത്രമോ നിത്യായുഗങ്ങളിലും എൻ പ്രേമ കാന്തന നീ വന്നിടൂവേ. ഈ ഭൂവിൽ പാത്രമോ നിത്യായുഗ എൻ പ്രേമ കാന്തനായി നീ. എനിക്ക് കൂടെ ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ലോ. ഓ തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ലോ. ഈ ഭൂമി പറഞ്ഞോ, ഇവിടെ മാത്രമല്ല. ഓ ഈ ഭൂമി പാത്രമോ നിത്യായുഗങ്ങളിലും എൻ പ്രേമ കാന്തന നീ വന്നിടുമോ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം
വസിപ്പതി. ഒരിക്കൽ കൂടെ, ഓ ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടു ശുദ്ധരോടൊത്തു വസിപ്പതീരാ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. 74-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത് വാക്യം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. 74-ാം സങ്കീർത്തനം 3-ാം വാക്യത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ദൈവവചനത്തിന്റെ പഠനം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ദൂതുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലയത്തിനകത്ത് ശത്രു കയറി സകലവും നശിപ്പിച്ച് അധികാരത്തിന്റെ കൊടി വിശുദ്ധ മന്ദിരത്തിൽ നാട്ടി ഇല്ലാത്തതും ഇല്ലാതാക്കി ശൂന്യതയിലേക്ക് പോയ സമയം. ആദ്യ വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ദൈവം സമ്പാദിച്ചത്, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ അവകാശം, പണ്ടേ സമ്പാദിച്ച മേച്ചൽപ്പുറങ്ങൾ എല്ലാം നശിപ്പിച്ചു. നിത്യശൂന്യത അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിത്യശൂന്യതയ്ക്ക് പരിഹാരം മറ്റൊന്നും കൊണ്ട് പറ്റില്ല. നിന്റെ കാലടി അതിൽ വെക്കണം. അർത്ഥാൽ നിന്റെ സാന്നിധ്യം അതിനകത്തിറങ്ങണം. ശൂന്യത മാറാൻ മറ്റൊരു മാർഗവുമില്ല. നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. ഞാൻ ഓർപ്പിച്ച ഭാഗമാണതുകൊണ്ട് പറഞ്ഞു വരാം. എന്തുകൊണ്ട് ശൂന്യത വന്നു? ശൂന്യത വരാനുള്ള കാരണങ്ങൾ നാം പഠിക്കുകയായിരുന്നു. ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ എന്നെ വിട്ടുപോയാൽ, നിങ്ങൾ പാപം ചെയ്താൽ, അന്യദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾ ശൂന്യമാകും. നിങ്ങളുടെ ആലയം ശൂന്യമാകും. നിങ്ങളുടെ ദേശം ശൂന്യമാകും. ദൈവജനം ദൈവത്തെ വിട്ട് അകന്നുപോയി. ശൂന്യത സംഭവിച്ചു. പക്ഷേ എന്നും ശൂന്യമായി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശൂന്യങ്ങൾക്ക് പരിഹാരം വരുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ നിത്യശൂന്യത വരാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചു. പാപമാണ്, അകൃത്യമാണ്. പക്ഷേ ഈ ശൂന്യത മാറണമെങ്കിൽ മറ്റൊരു കുറുക്കുമഴിയില്ല, മറ്റൊരു മാർഗവുമില്ല. മടങ്ങി വരിക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ശൂന്യത മാറുന്നത്? നാം ആ ഭാഗമാണ് പഠിക്കുന്നത്. ഒന്ന്, യെഹെസ്കേൽ 36-ാം അധ്യായത്തിന്റെ 33 വാക്യങ്ങൾ പഠിച്ച് പാപം ക്ഷമിക്കപ്പെട്ടാൽ, നിർമ്മലീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ ശൂന്യത മാറും. ഒന്ന്, പാപം ഏറ്റു പറയണം. രണ്ട്, യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി, എന്നാൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും കരച്ചിലോടും അനുതാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവി, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് മടങ്ങി വരുവീൻ. നാം ആ ഭാഗം 2 ആഴ്ചകളിൽ വളരെ കൃത്യമായി പഠിച്ചതാണ്. യോവേൽ പ്രവചന ഭാഗം നിന്ന് നമ്മൾ ചിന്തിച്ചു. വീട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നുകളഞ്ഞ ശേഷിപ്പിച്ചു പോയ സമയങ്ങൾ എല്ലാം ഇല്ലാതായി, എല്ലാം നഷ്ടപ്പെട്ടു, പുതുവീഞ്ഞ് വായിക്കച്ചുപോയി, സന്തോഷമില്ലാതായി പോയി, ശൂന്യതയിലേക്ക് പോയി. വിത്ത് വിതയ്ക്കാഞ്ഞിട്ടല്ല, പക്ഷെ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നു. പാണ്ഡികശാല ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പാണ്ഡികശാലകളിൽ ധാന്യമില്ലാതെയായി പാണ്ഡികശാല നശിച്ചു കൊണ്ടുപോയിരുന്നു. മൃഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മൃഗങ്ങൾക്ക് പുല്ലില്ലാതെ പുൽപ്പുറങ്ങൾ കരിഞ്ഞുപോയി, മൃഗങ്ങൾ ഞരങ്ങുന്നു. ആടുകൾ ഇല്ലാഞ്ഞിട്ടല്ല,
ആടുകളുണ്ട്, പക്ഷെ ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പലതിൻ്റെയും പിൻപിൽ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്ന് നാം അനുഭവിക്കുന്ന പല ശൂന്യതകളുടെയും പിൻപിൽ ദൈവത്തിന്റെ കരമുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവം പറയുക, നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ ശൂന്യതകൾ മാറണം. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയാം, ഇന്ന് നാം കടന്നു പോകുന്ന ശൂന്യതകൾക്ക് മാറ്റമുണ്ടാകാൻ അകത്തളത്തിൽ അനുഭവിക്കപ്പെടുന്ന എംപ്റ്റിനെസ് ഉണ്ടല്ലോ. ആമേൻ. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഭൗതികമായി എല്ലാം ഉണ്ടാകാം, ശാരീരിക സൗഖ്യമുണ്ടാകാം, പക്ഷേ ആത്മീയമായി അനുഭവിക്കപ്പെടുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ, ഒരു എംപ്റ്റിനെസ് ഉണ്ടല്ലോ. ഇത് ദൈവം പറയാം, ആ ശൂന്യത മാറാൻ മറ്റൊരു മാർഗവുമില്ല. ദൈവത്തിലേക്ക് മടങ്ങി വരിക, പാപം ഏറ്റുപറയുക, അനുതാപത്തോടെ ഉപവാസത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഈ തിന്നു കളയുന്നതിനെ തിരിച്ചറിയാൻ കഴിയണം. ആമേൻ. തിന്നു കളയുന്നതിനെ, ആമേൻ. വെട്ടിക്കളി തിന്നു, പോട്ടെ കുഴപ്പമില്ല. പച്ചപ്പൊടി തിന്നു, പോട്ടെ കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഉള്ളത് തിന്ന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം, മനസ്സിലാക്കണം. 2023 പ്രാരംഭ മാസത്തിൽ ഉണ്ടായിരുന്ന ആത്മബലം ഈ ഡിസംബർ അവസാന ആഴ്ചകളിൽ ഇല്ലെങ്കിൽ, ശൂന്യതകൾ സംഭവിച്ചെങ്കിൽ, എവിടെയൊക്കെയോ പിശാച് നമ്മുടെ ആത്മീകതയെ തിന്നുകളഞ്ഞെങ്കിൽ, ലോകം നമ്മുടെ ആത്മീകതയെ നശിപ്പിച്ചെങ്കിൽ, ഇന്ന് പകൽ മടങ്ങി വരണം. 23 അവസാനിക്കുന്നതിന് മുമ്പേ ആത്മീക ശൂന്യതകൾ മാറണം. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ശൂന്യത സംഭവിച്ചത്? പ്രാർത്ഥനയിലാണോ? ദൈവാശ്രയത്തിലാണോ? ആത്മസാന്നിധ്യത്തിലാണോ? ദൈവകൃപയുടെ ആ അനുഭവങ്ങളിൽ നിന്നാണോ കുറവുകൾ സംഭവിച്ചത്? മടങ്ങി വരാൻ തയ്യാറാകണം. യോവേൽ പ്രവൃത്തി ഞാൻ ഓർപ്പിച്ചു, പുരോഹിതന്മാർ മടങ്ങി വരണം, മണവാളൻ മണവാട്ടി മണിയറ വിട്ട് മടങ്ങി വരണം, കുഞ്ഞുങ്ങൾ മടങ്ങി വരണം, സ്തോത്രം, വൃദ്ധകൾ മടങ്ങി വരണം, എല്ലാവരും ഒന്നിച്ച് മടങ്ങി വരണം. ഒരുമിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ശൂന്യത മാറും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കാം. ഒരു സഭയുടെ ശൂന്യത മാറണമെങ്കിൽ സഭ ഒരുമിച്ച് മടങ്ങി വരണം. ഒരു കുടുംബത്തിന്റെ ശൂന്യത മാറണമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് മടങ്ങി വരണം. വ്യക്തിപരമായി നമ്മുടെ ശൂന്യത മാറണമെങ്കിൽ വ്യക്തിപരമായി ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് അനുഭവിക്കപ്പെടുന്ന ചില ശൂന്യതയ്ക്ക് പരിഹാരം മറ്റൊന്നുമല്ല, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുക. Praise God, praise God. ആ ഭാഗം ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം പറഞ്ഞു മടങ്ങി വരണം, മടങ്ങി വരണം. ജനം മടങ്ങി വരാൻ തയ്യാറായി. ദൈവം പറയാ, നിങ്ങൾ മടങ്ങി വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖമാദരിക്കും, ഞാൻ നിങ്ങളോട് തീഷ്ണത കാണിക്കും. അവൻ നിങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് പകരം, നിങ്ങൾ കഷ്ടത അനുഭവിച്ച സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് മറുപടിയായി നൽകും. നിങ്ങളുടെ ചക്കുകളിൽ എണ്ണ പകരപ്പെടും. അവൻ സ്തോത്രം, നിങ്ങളുടെ പാത്രങ്ങളിൽ അവൻ ധാന്യമുണ്ടാകും. നിങ്ങളുടെ പാടികശാലകൾ ധാന്യം കൊണ്ട് മൂടും. അവൻ മേച്ചൽപ്പുറങ്ങളിൽ അവൻ കന്നുകാലികൾ വർദ്ധിക്കും. ഇത് ദൈവാത്മാവ് പറയുന്നു, നിത്യശൂന്യത മാറാൻ ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ന്യായീകരണങ്ങൾ മാറ്റിവെച്ച്, മുടന്തൻ ന്യായങ്ങൾ മാറ്റിവെച്ച്, സ്വയമീതീകരണങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരണം. എവിടെയൊക്കെയോ പാളിച്ചകൾ വന്നത് ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറാകണം. പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകണം. എവിടെയാണ് എനിക്ക് പാളിച്ച സംഭവിച്ചത്? സ്തോത്രം. എനിക്കറിയാം, അനുഗ്രഹം പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാ, പക്ഷേ അനുഗ്രഹം മാറണമെങ്കിൽ ശൂന്യത മാറാൻ തയ്യാറാകണം. ശൂന്യത മാറാതെ അനുഗ്രഹത്തിലേക്ക് വരികയില്ല. ശൂന്യതയ്ക്കും അനുഗ്രഹത്തിന്റെ നടുക്ക് നാം ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ,
ആത്മിക ശൂന്യത തിരിച്ചറിയാൻ കഴിയണം. ഞാനതൊന്ന് വിശദമാക്കിയതാ. അവൻ സ്തോത്രം, അവൻ അമാലേക്ക് ചെയ്ത കാര്യം, ഇസ്രായേലിനോട് ചെയ്ത കാര്യം ദൈവം കുറിച്ചു വെച്ചത് ഞാൻ പറഞ്ഞു. മുൻപിൽ നിന്നവർ പിൻപിലേക്ക് പോയി. മാത്രമല്ല അവർ തളർന്നു, ക്ഷീണിച്ചു. സ്തോത്രം, അവർ ക്ഷീണിച്ചു, തളർന്നു. കേട്ടോ, ക്ഷീണവും തളർച്ചയും ഉണ്ടായി. ഓർക്കണം കേട്ടോ, ക്ഷീണമുണ്ടാകുമ്പോൾ ഓർക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. അപ്പൊ എന്തുണ്ടാകാൻ സാധ്യത ഉണ്ട്? നമുക്കറിയാം, എബ്രായ വിശ്വാസികൾ ക്ഷീണിക്കാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെ ഒരു വിശ്വാസം? എന്തിനാ ഇങ്ങനെ ഒരു പ്രാർത്ഥന? എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ? എന്താ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അനുഭവിക്കപ്പെടുന്നത്? സ്തോത്രം, പലതിനു മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, തിരിച്ചു പോകാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ കയറി. ആമേൻ, പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, കരഞ്ഞിട്ട് മറുപടിയില്ല. സ്തോത്രം, അനുഭവിക്കുന്നത് മൊത്തം തിക്താനുഭവങ്ങൾ മാത്രമാണ്. എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തിനിങ്ങനെ ഉപവസിക്കുന്നു, എന്തിനാ ദൈവത്തിനോട് നിൽക്കുന്നത്? തിരിച്ചു പോകാമെന്ന് ചിന്തിക്കുമ്പോ സ്വർഗം പറഞ്ഞു, എബ്രായ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തി വെച്ചു, മടങ്ങിപ്പോകരുത്, മടങ്ങിപ്പോകരുത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നാം വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളപ്പിന് നിങ്ങളിൽ. സ്തോത്രം, 10-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തി വന്നു. എന്നിട്ട് പറയുക, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിൽ 15-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞു. 10-ാം അധ്യായത്തിൽ പറഞ്ഞു, മടങ്ങിപ്പോകരുത്, 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 പിന്മാറരുത്, പിന്മാറരുത്, പിന്മാറരുതെന്ന് 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ പിന്മാറാൻ സാഹചര്യം ഉണ്ടായിട്ടും പിന്മാറാതിരുന്ന വിശ്വാസവീരന്മാരെ കുറിച്ച് ഓർപ്പിച്ചു. 15-ാം അധ്യായം മുഴുവൻ വിശ്വാസവീരന്മാരെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, സ്തോത്രം, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ മാത്രമല്ല തിന്മകളും നേരിട്ട വിശ്വാസവീരന്മാരെ കുറിച്ച് രേഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായത്തിൽ ഇതെല്ലാം എഴുതിയിട്ട് 12-ാം അധ്യായം പൗലോസ് പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്നിട്ട് പറയുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നലത്തെ അവരുടെ അനുഭവം എന്നറിയോ? ഇന്നലെ അവരെങ്ങനെയെന്നറിയോ? നിന്ദകളാലും അപമാനങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചതാ. അവിടെ അവർ നേരെ നിന്നു. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചതാ. ഇന്നലകൾ അങ്ങനെ ആയിരുന്നു. പൗലോസ് പറയാ, നിങ്ങൾക്ക് ഇന്നലെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ച നിങ്ങൾ ഇന്നലെ നിന്നതെങ്ങനാ? കഷ്ടത അനുഭവിച്ചിട്ടാ, നിന്നെ അനുഭവിച്ചിട്ടാ. ഇന്നലകളിൽ നിങ്ങൾ അങ്ങനെ നിന്നതാ, നിങ്ങൾ കൂത്തുകാഴ്ചയായി നിന്നതാ. പക്ഷെ അവിടെ നിങ്ങൾ നിന്നു. ഇന്ന് നിങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചു. ഇവിടുണ്ട് നിങ്ങൾ. എബ്രായ സഭയെ പറ്റി പറയാൻ തുടങ്ങി. അവർ പറയും, ഞങ്ങൾ ഇന്നലെ ആരായിരുന്നെന്ന് അറിയാവോ? ഞങ്ങൾ ഇന്നലെ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. ഞങ്ങൾക്ക് നേരെ നിന്ദകൾ വന്നതാ, ഞങ്ങൾക്ക് ഇന്നലെ പീഡകൾ വന്നതാ, ഇന്നലെ ഞങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായതാ, ഞങ്ങൾ നേരെ നിന്നതാ എന്നൊക്കെ അവർ പറയും. പക്ഷെ ഇപ്പൊ എന്തുണ്ടായി? ക്ഷീണം. ഞാൻ ആരോഗ്യമുള്ളവർക്കല്ലേ ക്ഷീണം ഉണ്ടാകത്തുള്ളൂ? ഹലോ, ജനിച്ചപ്പോഴേ കിടക്കുന്ന ഒരാളാ, വർഷങ്ങളായിട്ട് ഒരു കിടപ്പാണെങ്കിൽ ക്ഷീണമാണോ? അല്ല. പക്ഷെ നടന്നോണ്ടിരുന്നവർ ക്ഷീണിച്ചതൊക്കെ ആരാന്നറിയോ? ഹലോ, ക്ഷീണിച്ചത് ആരാ? ഇന്നലെ ആരോഗ്യം ഉണ്ടായിരുന്നവർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓൾറെഡി ക്ഷീണിച്ച ആളിനോട് ക്ഷീണിച്ചോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജീവിതം അങ്ങനെ ക്ഷീണിച്ച ജീവിതം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്നലെ ആരോഗ്യമുണ്ടായിരുന്നവർ, ഒരിക്കൽ കൂടെ ഞാൻ പറയാമേ, ഇന്നലെ ആരോഗ്യമുണ്ടായിരുന്നവർ ഇന്ന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ പോലെ ആരോഗ്യം ഇന്നുണ്ടായിട്ടില്ലെങ്കിൽ, ഈ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നത് മടങ്ങി വരണം. വേഗം ആ ഭാഗം പറഞ്ഞ് മുമ്പോട്ട് വരാം. 10-ാം അധ്യായത്തിൽ
പൗലോസ് പറഞ്ഞു, മടങ്ങി വാ, പിന്മാറരുത്, പിന്മാറരുത്. 12-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെ പട്ടിക പറഞ്ഞു. നിങ്ങൾ നോക്ക്, അവർക്ക് സന്തോഷമൊന്നും അല്ലായിരുന്നു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചിട്ട് മലകളിലും ഗഹ്വരങ്ങളിൽ കൂടെ ഒക്കെ നടന്നിട്ട് ലോകം അവർക്ക് യോഗ്യമല്ലാതിരുന്ന ഒരു കൂട്ടം വിശ്വാസവീരന്മാരുണ്ടായിരുന്നു. ഒരു കൂട്ടർക്ക് മറുപടി കിട്ടി, ഒരു കൂട്ടർക്ക് മറുപടി കിട്ടിയില്ല. ഹലോ, നിങ്ങൾ ഓർക്കുന്നു തുടങ്ങി, അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള എന്താ ഞാൻ പറഞ്ഞത്? ഒരു കൂട്ടർക്ക് എന്ത് ചെയ്തു? മറുപടി കിട്ടി, അല്ലേ? അവിടെ വായിക്കുന്നു, സ്ത്രീകൾക്ക് ചിലരെ എന്ത് ചെയ്തു? മരിച്ചവരെ തിരിച്ചു കിട്ടി, മരിച്ചവരെ തിരിച്ചു കിട്ടി. ഒരു കൂട്ടം ആൾക്കാർക്ക് പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി, ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. ചിലർക്ക് എന്താ കിട്ടിയേ? നല്ലൊരു ഉദാഹരണം കൈക്കൊള്ളുന്നതിന് പേര് വെച്ചു, കേട്ടോ. അവർക്ക് അപ്പം പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ല. അപ്പൊ കിട്ടാത്തപ്പോ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പ്രത്യേകിച്ച് എപ്പോഴാണ് വിഷമുണ്ടെന്നറിയോ? രണ്ടു കൂട്ടർ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹലോ, രണ്ടു കൂട്ടം ആൾക്കാർ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ട് വിഷയമാണ്, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി. ഒരാളുടെ കാര്യം നടന്നു, മറ്റൊരാളുടെ കാര്യം നടന്നില്ല. അപ്പൊ ക്ഷീണം ഉണ്ടാകുന്നപ്പോൾ ആർക്കാ? ഒന്നുകൂടെ പറഞ്ഞാൽ വിഷയം നടന്ന ആൾ എഴുന്നേറ്റ് ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ മറ്റൊരാളുടെ മനസ്സ് ക്ഷീണിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എബ്രായലേഖനം 11-ാം അധ്യായം അതാ വായിക്കുന്നത്. ഞാൻ അവിടെ പറയുന്നുണ്ട് ആ ഭാഗം. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പഠിപ്പിച്ചൊരു ഭാഗം അത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയാം, രണ്ട് കൂട്ടമായിട്ട് നമുക്ക് തിരിക്കാം അവരെ. അവർ രണ്ട് കൂട്ടമായിട്ട് തിരിച്ച് ഒരു കൂട്ടം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞെന്തുവാ? സ്തോത്രം, കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് എനിക്ക് നൽകി. തീ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കെതിരെ തീ വന്നു. തീയുടെ ബലത്തെ വിശ്വാസം ഞാൻ കെടുത്തി. എനിക്കെതിരെ സിംഹം ഉണ്ടായിരുന്നു, പക്ഷെ സിംഹത്തിന്റെ വായ വിശ്വാസം ഞാൻ. ഭയങ്കര സാക്ഷ്യമാണ്, ഭയങ്കര സാക്ഷ്യം. എല്ലാവരോടും കൈ കൊട്ടി ഹല്ലേലൂയ പറഞ്ഞു. ഭയങ്കര ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞു. ആ കൂട്ടം എല്ലാം ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഇരുന്നു. അടുത്ത കൂട്ടം എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളെ സിംഹം വലിച്ചു കയറി, ഞങ്ങളെ തീ കെട്ടില്ല, ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോലും കിടക്കാൻ പറ്റിയില്ല, പേടിച്ച് മലയിലും പർവ്വതങ്ങളിലൊക്കെ നടക്കുക, ഞങ്ങൾ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുക. നിങ്ങൾ പറയും, ഏതിന് സ്തോത്രം പറയും? എന്തിന് സ്തോത്രം പറയും നമ്മൾ? പിന്നെ മലയാളികളെ നമ്മൾ പറയും, എന്തോ കുഴപ്പം, അല്ലേ? അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടിയില്ല, അപ്പൊ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ നോക്കി, പരിശുദ്ധാത്മാവ് അതുകൊണ്ട് രണ്ട് കൂട്ടരെയും അവിടെ എഴുതി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും. അവരെ കുറിച്ച് പറഞ്ഞു, ഇവരെല്ലാവരും ആരാന്നറിയാം? വിശ്വാസികളാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസ് രേഖപ്പെടുത്തുക, ഒരു കൂട്ടർക്ക് കിട്ടിയത് കൊണ്ട് മറ്റൊരു കൂട്ടം ക്ഷീണിക്കരുത്. നിങ്ങൾക്കിതല്ല, എല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കേണ്ടതിന് കർത്താവ് നമുക്ക് നല്ലതൊന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കിട്ടുന്ന സൗഖ്യവും ഇവിടെ കിട്ടുന്ന വീടും ഇവിടെ കിട്ടുന്ന ജോലിയും ഒന്നും അല്ല വിടുതൽ. അതല്ല വാഗ്ദത്തം. വാഗ്ദത്തം എന്താ അറിയോ? നിത്യവീടാ, നിത്യവീടാ വാഗ്ദത്തം. മറക്കല്ലേ? ആ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കണം. ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഉയർത്താലും ഉയർത്തില്ലെങ്കിലും, സൗഖ്യം വന്നാലും സൗഖ്യം വന്നില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, നിത്യ വീടാണ് എനിക്കുള്ളത്. ആ വാക്യങ്ങളെല്ലാം വിശദമാക്കുന്നില്ല. 12-ാം അധ്യായം അങ്ങനെ കൂടെ നിർത്തിയിട്ട് 12-ാം അധ്യായം പൗലോസ് തുടങ്ങുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയെത്തുന്നതുമായ, എന്നിട്ട് പറയാ, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങളുടെ ഉള്ളിൽ, ആ വാക്കാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. ശ്രദ്ധിക്കണേ, എത്ര വലിയ വിശ്വാസിയാണെങ്കിലും എത്ര വലിയ പാസ്റ്ററായാലും എന്നുണ്ടാകാൻ സാധ്യത ഉണ്ട്, ക്ഷീണം ഉണ്ടാവും. ക്ഷീണം മാത്രമല്ല, ചിലപ്പോൾ മടുപ്പും ഉണ്ടാവും. ഹലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറയാ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണം തട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ മടുപ്പ് നേരിട്ടിട്ടുണ്ടെങ്കിൽ, വിടുതൽ കിട്ടിയവരെയും വിടുതൽ കിട്ടാത്തവരെ നോക്കി നിങ്ങൾ ക്ഷീണിക്കരുത്. നിങ്ങൾ അവരെ നോക്കരുത്, ഈ ലോകത്തേക്ക് നോക്കരുത്, അവരെ ഇവരെ നോക്കരുത്, അവരെ ഇവരെ നോക്കരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അവനെ നോക്കിയാൽ നിങ്ങൾ ക്ഷീണിക്കില്ല, അവനെ നോക്കിയാൽ നിങ്ങൾ മടുക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, എവിടെയെങ്കിലൊക്കെ മടുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നോക്കിയിട്ടാ, ആരെയെങ്കിലൊക്കെ നോക്കിയാൽ മടുക്കും, ആരെങ്കിലൊക്കെ നോക്കിയാൽ മടുക്കും, കേട്ടോ. സ്തോത്രം. ഇന്ന് പല വിശ്വാസികളും മടുത്തത് എന്താ അറിയോ? പലരെ നോക്കിയിട്ടാ മടുത്തത്. അവരെ കണ്ടില്ലേ, ഇവരെ കണ്ടില്ലേ, അവരെങ്ങനെ ആയിപ്പോയി, ഇവരെങ്ങനെ പോയി. നമ്മളിങ്ങനെ ഹീറോ, നായക പരിവേഷമൊക്കെ വെച്ച ആൾക്കാർ ചിലപ്പോൾ ഡുമ്മൽ താഴെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, അവരെ നോക്കിയാൽ ഇവരെ നോക്കിയാൽ നിങ്ങൾ ക്ഷീണിക്കും. നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാ. നിങ്ങൾ അവനെ നോക്കണം. പിന്നെ ആ ഇടയ്ക്ക് മടുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. ഇടയ്ക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ആരെ ഓർത്തോണം? യേശുവിനെ ഓർത്തോണം. ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ ഓർത്തോണം. എന്റെ കർത്താവ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്റെ കർത്താവ് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് മാറി എന്നിട്ട് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുന്ന ആളല്ല. നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ നമ്മെ സഹായിക്കാൻ, നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കാൻ, നമ്മുടെ വേദനയിൽ നമ്മെ സഹായിക്കാൻ നമുക്കൊരാളായി മാറിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അല്പം വിഷയം മാറിപ്പോന്നെങ്കിലും ആ ദൂത് അങ്ങനെ ഓർപ്പിക്കുന്നു പറയാം. യേശു പോലും ക്ഷീണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ പോലും മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ട്. അവൻ സ്തോത്രം. പക്ഷേ അവൻ ക്ഷീണിച്ചത് കണ്ടപ്പോൾ പിതാവായ ദൈവം അവനെ ശുശ്രൂഷിപ്പാൻ ഒരു ദൂതനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ അതോട് ഓർത്തണം കേട്ടോ. അപ്പൊ യേശുവിന്റെ ഉള്ളിൽ പോലും പിതാവേ എന്താ എനിക്കിങ്ങനെ, എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നേ, എനിക്ക് വയ്യ കർത്താവേ. നമ്മുടെ ഭാഷയാ പറഞ്ഞ കേട്ടോ. എനിക്ക് വയ്യ കർത്താവേ, ഇതൊന്ന് മാറ്റിത്താ കർത്താവേ, എനിക്ക് സഹിക്കാൻ വയ്യ കർത്താവേ, എത്ര നാളുകൊണ്ട് ഞാനിത് അനുഭവിക്കുക, മടുത്ത് കർത്താവേ എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ കർത്താവും പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ, മതി കർത്താവേ, അവൻ മടുത്തു, അവൻ സഹിച്ചും മടുത്തു, അനുഭവിച്ചും മടുത്തു, മതി കർത്താവേ നീ അങ്ങ് എടുക്ക്, മതി കർത്താവേ ഇതൊന്ന് മാറ്റിത്താ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പിതാവായ ദൈവത്തോട് പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിച്ചു. മതി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യേശു വന്നത് ഈ പാനപാത്രം കൂടെ, ആ പാനപാത്രം കുടിക്കാനാ വന്നേ അല്ലേ? ഈ പാനപാത്രം കുടിക്കാനാ വന്നേ. എന്നിട്ട് പോലും യേശു ഒന്നും മടുത്തു, ക്ഷീണിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, യേശുവിനെ ധ്യാനിക്കാൻ പറയുമ്പോൾ അതുകൂടെ ചേർന്ന് ചിന്തിക്കണം. ക്ഷീണിച്ചു പോയ യേശുവിനെ ശക്തീകരിക്കാൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഓർപ്പിക്കാം. എവിടൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടോ, എവിടൊക്കെ തളർന്നിട്ടുണ്ടോ, യേശുവിനെ ഓർക്കുമ്പോൾ ഇതോട് ഓർത്തോണം, യേശുവിനെ ശക്തീകരിക്കാൻ ദൂതനെ വിട്ടതുപോലെ നമ്മെ ശക്തീകരിക്കാൻ ആത്മാവ് നമ്മോടുകൂടെ ഉണ്ട്. എന്തിനാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്? നമ്മെ സഹായിക്കാനാ, നമ്മെ ബലപ്പെടുത്താനാ, നമ്മെ ശക്തീകരിക്കാനാ. എവിടൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനാപുരി കയറി അഭിഷേകത്തോടെ ആരാധിച്ചോണം. ക്ഷീണം മാറാൻ മറ്റൊരു മാർഗവും ഇല്ല, ആത്മാവിൽ സ്തോത്രം ചെയ്താൽ മതി. എവിടെയൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാ മതി. ക്ഷീണം എല്ലാം മാറിക്കോളും, മടങ്ങി വരാം. ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ. ഞാൻ പറയുന്നത് മടുക്കാൻ സാധ്യതയുണ്ട്, മടുക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷേ മടങ്ങി വരണം. പുറയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലൊക്കെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2023 അവസാനിക്കും മുമ്പേ ബലമേറ്റെടുക്കണം. എവിടെ നിന്ന് വീണു വന്നോർത്ത് തിരിച്ചു വരണം. അവിടേക്ക് നമ്മൾ തിരിച്ചു വരണം. ക്ഷീണം മാറണം. ഇല്ലെങ്കിൽ അമാലേക്ക് നമ്മെ തകർത്ത് കളയും. അപ്പൊ ഞാൻ മടങ്ങി വരാം. അപ്പോൾ യോവേൽ പ്രവചനത്തിലേക്ക് വന്ന ആ ഭാഗം അവസാനിപ്പിക്കണം. ശ്രദ്ധിച്ചേ, പൗലോസ് സ്തോത്രം യോവേൽ പറയുക, മടങ്ങി വാ, ഇപ്പോഴെങ്കിലും മടങ്ങി വാ, ഇപ്പോഴെങ്കിലും മടങ്ങി വാ. ഞാൻ വിശദമായി പറഞ്ഞതാ. മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ശൂന്യത മാറാൻ മറ്റൊരു മാർഗവുമില്ല. ശൂന്യത മാറാൻ കരച്ചിലോടെ മടങ്ങി വരണം. യെശയ്യാ 58 വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. യെശയ്യാവ് 58 അധ്യായം അതിന് 12 വാക്യം വായിച്ചോളൂ. യെശയ്യാ 58:12. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. നിങ്ങൾ നോക്കിയേ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നിങ്ങൾ നോക്കേ, ശൂന്യതകൾ പണിയപ്പെടും. നമ്മുടെ വിഷയം അതാണല്ലോ. സന്തതി ശൂന്യങ്ങളെ പണിയും. പക്ഷെ ആരുടെ സന്തതി ആ ശൂന്യങ്ങളെ പണിയെന്നറിയോ? 58 അധ്യായം മൊത്തം പഠിക്കണം.
എല്ലാം കൂടെ പറയാൻ സമയമില്ല, ബാക്കി ദൈവം വെച്ചാൽ പിന്നെ ഓർപ്പിച്ചാൽ എങ്കിലും പറഞ്ഞു വരാം. ഒറ്റ കാര്യം പറയാം. 52-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഉറക്കെ വിളിപ്പീൻ, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെ എന്ത് ചെയ്യണം? അറിയിക്കണം. എന്നുവെച്ചാൽ ശൂന്യതയായി പോകാൻ കാരണം ഇവിടെ ഉണ്ട്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോ ഇവര് ഉപവസിക്കുന്നവരാ, ഇവര് പ്രാർത്ഥിക്കുന്നവരാ. ഈ 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോ 3-ാമത്തെ വാക്യം തൊട്ട് പറഞ്ഞു വരാം. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട്, എല്ലാവരും വേദവസമൊക്കെ എടുത്ത് വാക്യമെല്ലാം വായിച്ചോണം കേട്ടോ. ഈ ഉപവാസം നോമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടതുപോലെ ഉപവസിക്കാതെ പറയേണ്ടതുപോലെ ഇരിക്കാതെ ഒന്നും കാര്യം നടക്കത്തില്ല. നിങ്ങൾ ആ വാക്യം വായിക്കണേ. ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികൾ നോക്കുന്നു, നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുന്നു. അടുത്തത്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും. അയ്യോ, എന്തിനാ നിങ്ങൾ നോമ്പ് നോക്കുന്നത്? ക്രൂരമുഷ്ടി കൊണ്ട് ഉപവസിക്കുന്നവരോ എന്ത് ചെയ്തിരിക്കുക? മനസ്സിലായെന്ന് തോന്നുന്നു. പോട്ടെ. 8-ാം വാക്യം, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുഴിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും? തല താഴ്ത്തി പിടിച്ചുകൊണ്ട് വേഴത്തെ പോലെ തല കുടിച്ചുകൊണ്ട് രട്ടിലും വെണ്ണിലും ഇരിക്കുന്നതാണോ ഉപവാസം? അല്ല ഉപവാസം, അതല്ല ഉപവാസം. എന്താ ഉപവാസം എന്നറിയോ? അടുത്തതാണ് പറയുന്നത്, അന്യായ ബന്ധനങ്ങളെ. അയ്യോ, ഇത് നമ്മളിത് കേൾക്കുന്നുണ്ട് പിശാചിനെ, ഇത് പിശാചിന്റെ അല്ല, നമ്മൾ കെട്ടിയ അന്യായ ബന്ധനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിശാച് കയറി കെട്ടിയ ഒന്നുമല്ല. ഈ അന്യായ ബന്ധനം ഏതാണെന്നറിയോ? നമ്മളെ ഉമ്മ കയറ്റി വെച്ച ഈ ശൂന്യത വരാൻ കാരണേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അധികം. ചിലർക്ക് വലിയ ഇഷ്ടമായി പലരെ പറ്റി പറഞ്ഞങ്ങ് പരിഹസിക്കുന്നത്. ഈ സ്വന്തം വീട്ടിലെ കാര്യം നോക്കത്തില്ല, നാട്ടുകാരുടെ മൊത്തം വിവരം എന്ത് ചെയ്യാം? ഈ ചിലരോട് ചോദിച്ചാൽ മതി, നാട്ടിലെ മുഴുകാരനും അറിയെങ്കിൽ അവരെ പിടിച്ചാൽ മതി. എവിടെ ഉണ്ട് കാര്യങ്ങൾ, അവിടെ എവിടെ ഉണ്ട്, അതെന്തുണ്ട്, അവരുടെ വീട്ടിൽ എന്തുണ്ട്, അവരുടെ വീട്ടിൽ എവിടെ പോയി, അവരെവിടൊക്കെയാണ്, അവരെന്തെല്ലാം ആണ്, അവരെ പിള്ളേരെങ്ങനെയാണ്, പിള്ളേർ എന്ത് ചെയ്താൽ മതി. ഹലോ, എന്തിനായി ബന്ധനം പൊറുക്കുന്നേ? അന്യായമായി എന്ത് ചെയ്യരുത്? കയറി ബന്ധിക്കരുത്. അപ്പൊ ഈ ലാസറിനെ കെട്ട നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് ഒറ്റ വാക്ക് മതിയായിരുന്നു, ലാസറെ പുറത്തു വരിക. പക്ഷെ അവനെ കെട്ടഴിക്കാൻ ഇവരെല്ലാം കൂടെ കുത്തിയിരുന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? കർത്താവ് പറഞ്ഞ അവനെ കെട്ടഴിപ്പീൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ജീവൻ കൊടുക്കുന്ന കർത്താവിന് കെട്ടുകൊണ്ടിരിക്കല്ലോ. ഇല്ലെന്നേ, നമ്മൾ കെട്ടിയ കെട്ട് എത്ര ഉപവസിച്ചാലും എത്ര കിടന്ന് പ്രാർത്ഥിച്ചാലും അന്യായമായി നമ്മൾ വെച്ച് കെട്ടിയതൊക്കെ അഴിച്ചേ പറ്റൂ. എനിക്കറിയാം സ്വോത്രമൊക്കെ കുറയുന്ന, ഞാൻ പറയില്ല, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഈ ദൂത്. ഇത് പഠിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വ്യക്തമായി നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കയറി അഭിപ്രായം പറയരുത്. നമ്മുടെ വായ പാപത്തിന് കാരണമാകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ കയറി ഇടപെടരുത്, അന്യായമായി ബന്ധിക്കരുത്. ആമേൻ. എനിക്ക് ഇത് വിശദമാക്കി ഒക്കെ പറയണം, ഇതെല്ലാം പറയണം. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ ഇത് പഠിക്കണം. ഇത് പഠിച്ചാൽ പറ്റൂ. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ക്രമീകരിക്കാത്ത മേഖലകളിൽ ക്രമീകരിച്ചേ പറ്റൂ. ശൂന്യത മാറാൻ മറ്റൊരു മാർഗമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു കുറുക്ക് വഴിയില്ല.
പല തലമുറകളും ശൂന്യതയിലേക്ക് പോയത്. അതാ നിന്റെ സന്തതി നിത്യശൂന്യങ്ങളെ പണിയും. നിത്യശൂന്യങ്ങൾ പണിയണമെങ്കിൽ നമ്മൾ വെച്ച് കെട്ടിയ കൊടുത്തൊക്കെ എന്ത് ചെയ്യണം? അല്ലാതെ രട്ടിലും വെണ്ടിലും കയറി ഇരുന്നിട്ട് തലയെ വേഴത്തെ പോലെ കുടിച്ചിട്ട് ഉപവാസമാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയല്ലോ, സ്തോത്രം, വെള്ളിയും പൊന്നും പോയി കുഴിച്ചെടുത്തിട്ട് വീട്ടിനകത്ത് കൂടാരത്തിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് അതിന്റെ മേളിൽ പായിട്ടിട്ട് യേശു നല്ലവൻ അവൻ നല്ലവൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ആഖാനെ പോയി എന്ത് ചെയ്തു? കണ്ടു, മോഹിച്ചു, എടുത്തു. എന്നിട്ട് കൂടാരത്തിനകത്ത് കൊണ്ടുവന്ന് ഒളിപ്പി. കൂടാരത്തിനകത്ത് എന്ത് കിടക്കുക? കിടക്കുക. അതിന്റെ മേളിൽ പായിട്ട് പ്രാർത്ഥിക്കുക. പായിട്ടിട്ട് യേശു നല്ലവൻ. സ്തോത്രം. പോത്തില്ല. ജയം ജയം ഹല്ലേലൂയ പറഞ്ഞാൽ ജയം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആഖാനെ പിടിക്കണം. ആഖാൻ ഇല്ലാതാകണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ശൂന്യത വരാൻ കാരണം ആഖാനാണെങ്കിൽ, ആഖാൻ വ്യക്തിയല്ല, സ്വഭാവത്തെ ഞാൻ പറയാം. നമ്മുടെ ചില സ്വഭാവമാണ് നമ്മുടെ ശൂന്യതയ്ക്ക് കാരണമെങ്കിൽ ആ സ്വഭാവത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ജയം പ്രാപിക്കാൻ പറ്റൂ. ആമേൻ പറയാൻ മനസ്സുണ്ടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ആമേൻ പറയുന്നു. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കിടന്ന് പാടിയാലും ആരാധിച്ചാലും വിടുതൽ കിട്ടത്തില്ല. ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ അന്യായമായി ബന്ധിച്ചത് ഒഴിവാക്കേണ്ടത്, തള്ളിക്കളയേണ്ടത്, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാതെ മടങ്ങി വരേണ്ട മേഖലകൾ മടങ്ങി വരാതെ ശൂന്യതകൾ പണിയപ്പെടില്ല. പ്രൈസ് ഗോഡ്. എനിക്കറിയാം ആദ്യത്തെ വാക്യം എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യം. ആദ്യം വായിച്ചപ്പോൾ ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ സന്തതി കർത്താവേ വാഗ്ദത്തമുണ്ടല്ലോ നിന്റെ സന്തതി ശൂന്യങ്ങളെ. വാഗ്ദത്തം നടക്കണമെങ്കിൽ അതിന് മുമ്പിലത്തെ പഠിക്കണം. വാഗ്ദത്തം നടക്കും, ശൂന്യങ്ങൾ പണിയപ്പെടും. ശൂന്യങ്ങൾ പണിയണമെങ്കിൽ അന്യായ ബന്ധനങ്ങൾ അഴിക്കണം. നമ്മൾ അഴിക്കണം. ആവശ്യമില്ലാത്ത സകല വെച്ചുകെട്ടും പോയി എടുത്തു കളയണം. എന്ന് വെച്ചാൽ ന്യായമല്ലാത്ത സ്തോത്രം, സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, വൈകുന്ന വായിക്കുമ്പോൾ വല്ല വിളിച്ച് പറയരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഒന്നുകൂടെ പറയാ, ക്ലിയർ ആയിട്ട് അറിയാത്ത കാര്യം അഭിപ്രായം പറയരുത്. ചിലരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ട പോലെ പറയുന്നത്. ഒന്നുകൂടെ ചോദിച്ചാൽ പറയാം, ഇല്ല ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. ഒന്നുകൂടെ പറയാം, അത് ആരാണ്ടിങ്ങനെ എന്തിനാണ് കയറി പറയുന്നേ? അതൊരു ബന്ധനമാ. ഹല്ലേലൂയ. ക്രമീകരിക്കണോ ദൈവമക്കൾ? എന്തിനാ? സ്വന്തം കാര്യം നോക്കേ, സ്വന്തം കുടുംബത്തെ നോക്കേ. പ്രൈസ് ഗോഡ്. നമ്മെ നോക്ക്. പണിയപ്പെടണം, മേഖലകൾ പണിയപ്പെടണം. ഇന്ന് പകൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ മടങ്ങി വരാൻ തയ്യാറാകുന്നു. കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ, ബാക്കി നമുക്ക് പിന്നെടുക്കാം. എല്ലാ കണ്ണും അടച്ചു ഒരു നിമിഷം പറഞ്ഞ്, കർത്താവേ മടങ്ങി വരാൻ ഞാൻ തയ്യാറാകുന്നു. മടങ്ങി വരാൻ ഞാൻ തയ്യാറാകുന്നു. എൻ്റെ ശൂന്യതയുടെ പിൻപിൽ ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല, കരച്ചിലില്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു, യോവേൽ കരയാനും ഉപവസിക്കാനാണ് പറഞ്ഞത്. പക്ഷെ യെശയ്യാവിലേക്ക് വരുമ്പോൾ വെറുതെ ഉപവസിച്ചിട്ട് കാര്യമില്ല, വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാതെ നോമ്പ് നോക്കാൻ പറ്റില്ല. ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിച്ച് ഉപവസിക്കണം. എങ്കിൽ മാത്രമേ ശൂന്യത മാറുകയുള്ളൂ. നമ്മുടെ ക്ഷീണം മാറട്ടെ. എവിടെയെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ധ്യാനിക്കാം. പരിശുദ്ധ പിതാവേ, വളരെ ശാന്തമായി ഇന്ന് പകലും ആത്മാവ് സംസാരിച്ചതിനാൽ സ്തോത്രം. മടങ്ങി വരേണ്ട മേഖലകളെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആത്മാവ് ഞങ്ങൾ അതിനെ തിരിച്ചറിയട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ കരവർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.